Hi everyone. ഇന്നത്തെ വീഡിയോ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രോജക്റ്റിൻ്റെ അതായത് കമ്പ്യൂട്ടർ സയൻസിൽ പ്രോജക്റ്റിന് ഡാറ്റാബേസ് കണക്ടിവിറ്റി വെച്ചിട്ടാണ് പ്രോജക്റ്റ് ചെയ്യുന്നത് പൈത്തണും MySQLും വെച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാം പൈത്തൺ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെങ്കിൽ കൂടി അതിൻ്റെ കണക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്കറിയാം. അതിനോട് കൂടി തന്നെ MySQLും വേണം. ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ്. അതോട് കൂടാതെ തന്നെ നമുക്ക് പൈത്തൺ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് MySQL കണക്ടർ എന്നുള്ളത് അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിപ്പ് എന്നൊരു ലൈബ്രറി ഉണ്ട്. അത് ആഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ കമാൻഡ് പ്രോംപ്റ്റിൽ പോകുന്ന സമയത്ത് എറർ വരാൻ സാധ്യതയുണ്ട്. അൺറെക്കഗ്നൈസ്ഡ് വേർഡ് ഓർ വേർബ് എന്ന് പറഞ്ഞിട്ട് എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡാറ്റാബേസ് കണക്ടിവിറ്റി വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതിൽ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ, അതിനോട് കൂടാതെ തന്നെ അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം, അതായത് ഡാറ്റ ഇൻസേർഷനും അതോടുകൂടി തന്നെ ഡാറ്റ ഡിസ്പ്ലേ ആണ്. 2 പ്രോഗ്രാമാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്റ്റാളേഷനിൽ പ്രോബ്ലമോ എന്തെങ്കിലും എററോ വരുന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് റെക്കോർഡിൽ 3-4 പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി തന്നെ അതിൻ്റെ വിവരങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് നോക്കാം. എന്തൊക്കെയാണ് നമ്മളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് നമ്മൾ പൈത്തൺ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ഡൗൺലോഡ് പൈത്തൺ എന്ന് ആ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ പൈത്തൺ വിൽ ബി ഇൻസ്റ്റാൾഡ്. ഇനി അടുത്ത റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MySQL ആണ് വേണ്ടത്. ഡേവ് എന്നുള്ളതാണ് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. dave.mysql.com എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് MySQL കിട്ടും. അതിൽ ഇപ്പോൾ പുതിയ വേർഷനാണ് തോന്നുന്നു, 8.2 അങ്ങനെ എന്തോ വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് MySQL ഡൗൺലോഡ്സ് എന്നുള്ള ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് സെക്കൻഡ് ലാസ്റ്റ് വൺ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടും, ഇൻസ്റ്റാളർ കിട്ടും. അങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻസ്റ്റാളേഷൻ ടൈമിൽ MySQLന് പാസ്വേഡ് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് പിപ്പ് കമാൻഡ്, അഥവാ ഇനിയിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിപ്പ് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ അടിച്ച് നോക്കാം. അപ്പോൾ ബാഡ് കമാൻഡ് എന്നോ അൺറെക്കഗ്നൈസ്ഡ് കമാൻഡ് എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പിപ്പ് ലൈബ്രറി ഗെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഹൗ ടു ഗെറ്റ് ദറ്റ് ലൈബ്രറി ടു പൈത്തൺ എന്നുള്ളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ സ്റ്റെപ്സ് നിങ്ങൾ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതിയാവും. പൈത്തൺ എന്നുള്ള ആ പിപ്പ് എന്ന് പറയുന്ന ആ ലൈബ്രറി ഗെറ്റ് ചെയ്യണം. ഈ 3 കമാൻഡ്സ്, ഈ 3 ലിങ്ക്സ്, ഇതേപോലെ കമാൻഡ്സ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ പിപ്പ് നടിക്കുമ്പോൾ അതിലെ കണ്ടൻസ് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ അല്ലെങ്കിൽ എഗെയിൻ ദ എറർ മെസ്സേജ് വിൽ ബി ഷോൺ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൈത്തൺ MySQL കണക്ടർ എന്നുള്ളതും കൂടിയാണ്. അത് നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ MySQL കണക്ടർ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഒരു ലിങ്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ MySQL കണക്ടർ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക, നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് പ്രോപ്പർലി. ഇവിടെ ഞാൻ ഓൾറെഡി സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഡാറ്റാബേസ് കണക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇനി നമുക്ക് പൈത്തൺ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇപ്പം ഞാൻ ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു ടെസ്റ്റ് ഫയൽ ജസ്റ്റ് നമ്മുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഒരു ഡാറ്റാബേസ്, നമ്മുടെ MySQLിലെ ഡാറ്റാബേസ് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്.
അപ്പോൾ പൈത്തൺ കണക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത്, പൈത്തൺ കോഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാബേസിലോട്ട് അല്ലെങ്കിൽ ടേബിളിലോട്ട് നമുക്ക് റെക്കോർഡ്സ് ആഡ് ചെയ്യാം എന്നുള്ള പ്രോഗ്രാമാണ്. അതിനാദ്യമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MySQLുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം 4 സ്റ്റെപ്പാണ്. MySQL.connector.connect എന്നുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ 4 പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുന്നത്: യൂസർ നെയിം, പാസ്വേഡ്, ഹോസ്റ്റ് നെയിം, പിന്നെ ഡാറ്റാബേസ് നെയിം. ഇത്രയാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് കണക്റ്റ് എന്നുള്ള മെത്തേഡാണ്. കഴ്സർ ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് കണക്ട് എന്നുള്ള മെത്തേഡാണ് കൊടുക്കുന്നത്. അതിനെ കൂടാതെ cursor.execute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ SQL ക്വരീസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ കഴ്സർ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ക്യാച്ച് എക്സെപ്ഷൻ, ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാച്ച് ചെയ്യാനുള്ളതാണ് ക്യാച്ച് എക്സെപ്ഷൻ കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യണം. MySQL.connector എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ ഫംഗ്ഷനായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്നുള്ള ഒബ്ജക്റ്റിലോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞ 4 പാരാമീറ്റേഴ്സ് അതിനകത്ത് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ട് കണക്റ്റഡ് ആണെങ്കിൽ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് മെസ്സേജും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡാറ്റാബേസിലെ ടേബിളിലോട്ട് ഏതാണോ അതുപോലെ ഇൻസേർട്ട് ചെയ്യണം. അതേ ഓർഡറിൽ വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സക്സസ്ഫുള്ളി കണക്റ്റഡ് ആണെങ്കിൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത അതേ ഓർഡറിൽ നമുക്ക് ഡാറ്റ കൊടുക്കാം. അപ്പോൾ റെക്കോർഡ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ MySQL ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേബിളിൽ ഏത് ഓർഡറിലാണോ കൊടുത്തിരിക്കുന്നത് അതേ ഓർഡർ കീപ്പപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസാണ്. അതിനകത്ത് ഉള്ള ടേബിളിലോട്ടാണ് ഞാൻ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടു, ഇതിൽ സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, കോഴ്സ് സ്ട്രീം ഇതേ ഓർഡറിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ആ ഫോർമാറ്റ് എന്നുള്ളതിൽ ഈ 4 ബ്രേസസ് ആയിട്ടാണ് കാണാനുള്ളത്. അപ്പോൾ അതുപോലെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എറർ ഇല്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു കോഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു പ്രോഗ്രാം കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ റെക്കോർഡ്സ് ആഡ് ചെയ്തുവല്ലോ, റെക്കോർഡ്സ് ആഡ് ചെയ്തത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്താ ചെയ്യുക, നമ്മുടെ SQL ക്വറി നമുക്കറിയാം ഏതാണ്, നമ്മുടെ സെലക്ട് സ്റ്റാർ എന്ന് പറയുന്ന അതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ക്വറി എന്താണ് കൊടുക്കേണ്ടത്, സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ നെയിമാണ് കൊടുക്കേണ്ടത്. പിന്നെ ഫെച്ച് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ്സ് എല്ലാം ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ വളരെ ചുരുക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഡെഫിനേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ ആ കണക്ഷൻ മെത്തേഡ്സും എന്തൊക്കെയാണ്, ഒബ്ജക്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് എറേഴ്സ് റെക്ടിഫിക്കേഷൻ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.